ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട വിവാദ നടപടിയുമായി തമിഴ്നാട് സർക്കാർ സംസ്ഥാന ബജറ്റിൽ രൂപയുടെ ഔദ്യോഗിക ചിഹ്നത്തിന് പകരം തമിഴ് ലിപിയിൽ ലോഗോ പതിപ്പിച്ചു. അനാവശ്യ തമിഴ് വാദം ഉയർത്തി ഭരണപരാജയങ്ങൾ മറക്കാനാണ് സ്റ്റാലിൻ സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് ബിജെപിയുടെ വിമർശനം. തമിഴ് സ്നേഹമുണ്ടെങ്കിൽ സ്റ്റാലിൻ ആദ്യം സ്വന്തം പേര് മാറ്റാൻ തയ്യാറാകണമെന്ന് തമിഴൈ സി സൗന്ദരരാജൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന ബജറ്റിൽ രൂപയുടെ ഔദ്യോഗിക ചിഹ്നത്തിന് പകരം തമിഴ് ലിപിയിൽ രൂ എന്ന് ചേർത്തുകൊണ്ടാണ് സ്റ്റാലിൻ സർക്കാർ പുതിയ വിവാദത്തിന് തുടക്കമിട്ടത്. കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം തമിഴ്നാട് സർക്കാർ ഇന്ത്യൻ കറൻസിയുടെ ഔദ്യോഗിക ചിഹ്നം തന്നെയായിരുന്നു ഉപയോഗിച്ചത്. എന്നാൽ നാളെ അവതരിപ്പിക്കുന്ന 2025-26 സാമ്പത്തിക വർഷത്തിലെ ബജറ്റിലാണ് രൂപയുടെ ചിഹ്നം മാറ്റിയത്. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ഇക്കാര്യം വ്യക്തമാണ്. അനാവശ്യ തമിഴ് വാദമുന്നയിച്ച് ഭരണപരാജയങ്ങൾ മറയ്ക്കാനാണ് സ്റ്റാലിൻ ശ്രമിക്കുന്നതെന്നും തമിഴിനോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ ആദ്യം സ്വന്തം പേര് മാറ്റാൻ സ്റ്റാലിൻ തയ്യാറുണ്ടോ എന്നും ബിജെപി നേതാവ് തമിഴിസൈ സൗന്ദരരാജൻ ചോദിച്ചു. To dramatize and to deviate the failure of the Tamil Nadu government, they are doing all this. It is against national integration. It is against constitution. I challenge whether Stalin will change his name into Tamil name. He is not even having a Tamil name. ഔദ്യോഗിക കറൻസിയുടെ ലോഗോ മാറ്റുന്നത് ദേശീയതയ്ക്കെതിരാണെന്നും സ്റ്റാലിൻ സ്വയം പരിഹാസ്യനാവുകയാണെന്നും ബിജെപി തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലൈ പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ത്രിഭാഷാ നയത്തെ എതിർത്തുകൊണ്ട് വിദ്യാർത്ഥികൾ തമിഴ് മാത്രം പഠിച്ചാൽ മതി എന്നതുൾപ്പെടെ വിവാദ നിലപാട് തമിഴ്നാട് സർക്കാർ സ്വീകരിച്ചിരുന്നു. ഇതിന് പിറകെയാണ് രൂപയുടെ ഔദ്യോഗിക ചിഹ്നം വെട്ടിമാറ്റി തമിഴ് ലിപി ഉപയോഗിച്ചത്. ജനം, ഡൽഹി.